നമുക്കൊരു ചെറുപരിപ്പ് പായസം വെച്ചാലോ? അതിന് വേണ്ടത് ഈ ഒരു ബൗള് പരിപ്പ്, ചെറുപരിപ്പ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. തീ കത്തിച്ച് ഒന്ന് വറുത്തെടുക്കാം. പരിപ്പ് മൂത്ത് ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. കഴുകിയ പരിപ്പാണിത്. ഇത് കുക്കറിനകത്തോട്ട് ഇടുവാണ്. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാം. മൂടി അടച്ച് വെച്ച് ഒരു 2 വിസിൽ വന്നാൽ മതി. ഞാൻ അവിടെ നിന്ന് വേഗട്ടെ. നമ്മുടെ പരിപ്പെല്ലാം വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഉടച്ച് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഉരുളി അടുപ്പത്ത് വെച്ച് തീ കൊടുത്ത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കും. ഒരു 1/2 കിലോ ശർക്കരയുടെ പാനിയാണിത്. അതിനകത്തോട്ട് ആ വേവിച്ച പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യും. നല്ലപോലെ പരിപ്പും ശർക്കരയും കൂടെ വരണ്ട് വരണം. അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. പരിപ്പ് ശർക്കരയൊക്കെ ഇടന്ന് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. 2ാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് 1ാം പാൽ ഒഴിക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇതിൽ കൊടുക്കുക. കുറച്ച് മതി ഏലക്കാപ്പൊടി. ഇനി തീ ഓഫ് ചെയ്ത് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടാം. തീ കത്തിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കും. കുറച്ച് മുന്തിരി, മൂത്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് എള്ളും കൊടുത്തു. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചു കൊടുക്കും.
ഇങ്ങനെ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.